അപ്പുവിന്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി പോവുകയാണ്. അങ്ങനെ പകുതി എത്തുമ്പോൾ തന്നെ നമ്മുടെ ദേവുവിനെ കാണുന്നുണ്ട്. കാർ ഒന്ന് നിർത്താൻ പറയുന്നുണ്ട് കൂട്ടുകാരനോട്. അങ്ങനെ കൂട്ടുകാരൻ കാർ നിർത്തുമ്പോൾ ദേവുവിനെ കണ്ടു എന്ന് പറഞ്ഞ് നമ്മുടെ രേവതി ഇറങ്ങി പോകുന്നുണ്ട്. ആ സമയത്ത് സച്ചി പറയുന്നുണ്ട് റോഡൊക്കെ നോക്കി ക്ലോസ് ചെയ്ത് പോകണം എന്നൊക്കെ. അതിനുശേഷം ചോദിക്കുന്നുണ്ട് ആരാടാതെന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ അവളുടെ അനിയത്തിയാണെന്ന് പറയുന്നു. ഒരു കടയിൽ പൂ കൊടുത്തിട്ട് കളക്ഷനും വാങ്ങി വരികയായിരുന്നു. ആ സമയത്ത് രേവതിനെ കാണുമ്പോൾ ദേവിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. നിങ്ങൾ അങ്ങനെ ഹണിമൂൺ ട്രിപ്പ് പോകുകയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ഓടി ഹണിമൂൺ ഇയാളെ കൂടെ അല്ലേ, വീട്ടിൽ ഇത്രയും ആൾക്കാരുടെ മുന്നിൽ വെച്ച് തന്നെ എന്നെ വഴക്ക് പറയുന്നു. അപ്പൊ പിന്നെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് പോയാൽ എന്ത് കാര്യം, ഇത് കൂടുള്ളൂ, എനിക്ക് പേടിയുണ്ട് ഇയാളെ കൂടെ പോവാൻ പറഞ്ഞപ്പോൾ ചേച്ചി ഒന്നും മിണ്ടാണ്ടിക്ക്, സച്ചേട്ടൻ അങ്ങനത്തെ ആളൊന്നല്ല, ചേച്ചി പേടിക്കൊന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. അതിനുശേഷം കുറച്ചു നേരം ഇങ്ങനെ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട്. പഠിക്കണം, പൂ കെട്ടി നടക്കരുത്, അപ്പുറത്തെ കടയിലെ ചേച്ചിക്ക് 100 രൂപ കൊടുത്താൽ പൂ കെട്ടി തരും എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നുണ്ട് ദേവുവിനെ. ദേവു പറയുന്നുണ്ട് ചേച്ചി അതൊന്നും ആലോചിച്ച് വിഷമിക്കേണ്ട, ചേച്ചി സന്തോഷമായിട്ട് പോയി വായോ എന്ന് പറയുന്നു. എടി 1 മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ, നിനക്ക് പൂ കെട്ടിത്തരാനൊന്നും പറ്റില്ലല്ലോ, ആ ഒരു വിഷമം എനിക്ക് ഉണ്ടെന്ന് പറയുന്നു. അതൊന്നും ചേച്ചി കാര്യമാക്കേണ്ട, ചേച്ചി സന്തോഷമായിട്ട് പോകുമെന്ന് പറയുമ്പോൾ ചേച്ചി നിക്ക് പോകല്ലേ എന്ന് പറഞ്ഞ് ദേവു കുറച്ചും കൂടെ പൂവെടുത്ത് നമ്മുടെ രേവതിയുടെ തലയിൽ ചാർത്തി കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ സച്ചി അങ്ങോട്ട് വരുന്നുണ്ട്. കൂട്ടുകാരെ നിർബന്ധിച്ചിട്ടുണ്ട് അനിയത്തിയോട് ഒന്ന് സംസാരിച്ചിട്ട് വാടാന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ സച്ചി അവിടേക്ക് വരുന്നുണ്ട്. വന്നു കഴിഞ്ഞിട്ട് പൂവിന്റെ കാശ് കൊടുക്കുമ്പോൾ അത് വേണ്ട ചേട്ടാ, എന്തിനാ അങ്ങനെ കാണുന്നത്, ഞാൻ അന്യൊന്നല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ കച്ചവടം വേറെ, ബിസിനസ് വേറെ, റിലേഷൻ വേറെ, അതുകൊണ്ട് നീ ഇത് മേടിച്ചേ പറ്റുമെന്ന് പറഞ്ഞ് നിർബന്ധിക്കുന്നുണ്ട്. വേണ്ട വേണ്ട, ഞാൻ ഇത് മേടിക്കില്ല, ഇത് മേടിച്ച് എന്നെ അമ്മ വഴക്ക് പറയുന്നൊക്കെ പറയുമ്പോൾ നീ അതൊന്നും കാര്യമാക്കണ്ട, നീ ഇത് മേടിച്ചേ പറ്റുമെന്ന് പറയുന്നുണ്ട് സച്ചി. ആ സമയത്ത് നമ്മുടെ ഗജാനന്ദൻ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. കണ്ടടാ എന്റെ പൈസ ഇല്ല, പലിശ ഇല്ല, എന്നിട്ട് അവനും നോക്കിയേ അവരെന്നെ തല്ലുകയും ചെയ്ത്, രണ്ടാളിനിപ്പോ അവൻ കൊണ്ട് നടക്കണേന്നൊക്കെ പറഞ്ഞ് മോശമായ രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. പിന്നീട് അവരുടെ സംസാരമൊക്കെ കേട്ട് അവിടെ നിൽക്കുന്നുണ്ട്. വരട്ടെ, നമുക്കൊരു വഴി ഉണ്ടാക്കാന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. അതിനുശേഷം നിർബന്ധിച്ച് രേവതിയും പറയുന്നുണ്ട് കാശ് മേടിച്ചോ ദേവു എന്ന് പറയുന്നുണ്ട്. അപ്പൊ ചേട്ടന്റെ കാറിൽ ഞങ്ങൾ യാത്ര ചെയ്ത ചേട്ടൻ പൈസ മേടിക്കുന്ന വെച്ചപ്പോൾ തീർച്ചയായിട്ടും മേടിക്കും എന്ന് പറയുന്നു. അങ്ങനെ സച്ചി നിർബന്ധിക്കുമ്പോൾ രേവതി ആ പൈസ കൊടുക്കുന്നുണ്ട്. രേവതി അല്ല, സച്ചി നിർബന്ധിക്കുമ്പോൾ നമ്മുടെ ദേവു ആ കാശ് മേടിച്ചു പിടിക്കുന്നുണ്ട്. അതിനുശേഷം രണ്ടുപേരും കൂടെ പോകുന്നതാണ് കാണിക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ശ്രുതിനെയാണ്. ശ്രുതി ഇങ്ങനെ ആലോചിച്ചോണ്ടിരിക്കുന്നു പൈസയുടെ കാര്യം എന്താക്കുന്നൊക്കെ. ആ സമയത്ത് കൂട്ടുകാരി ഒന്ന് ഭക്ഷണത്തിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട്. തൽക്കാലം ഇന്ന് ഇങ്ങനെയൊക്കെ പോട്ടെ എന്ന് പറയുമ്പോൾ നീ ഇത്രയും പൈസ ഇല്ലാത്ത നീ എവിടെ നിന്നേണ്ടി നാളെ ഇത്രയും കാശ് ഉണ്ടാക്കണേന്ന് ചോദിക്കുന്നുണ്ട്. ഇത്ര ലക്ഷങ്ങൾ വേണ്ടെന്ന് വെച്ചപ്പോൾ നീ സമാധാനപ്പെട്, പൈസ ഒക്കെ വരുമെന്ന് പറയുന്നു. എവിടെ നിന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ കാണാം, ഞാൻ എൻ്റെ അമ്മായിമ്മനെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് ചന്ദ്രനെ വിളിക്കുന്നുണ്ട്. ചന്ദ്രനെ ശ്രുതി വിളിക്കുമ്പോൾ രാവിലെ അമ്പലത്തിൽ വെച്ച് കണ്ടതാണല്ലോ, പിന്നെ എന്തിനാണ് ഇവളിങ്ങനെ വിളിക്കുന്നതെന്ന് ആലോചിച്ചിട്ട് എന്തായാലും ഫോൺ എടുക്കുന്നുണ്ട്. ഫോൺ എടുത്തതിന് ശേഷം എന്ത് പറ്റി മോളെന്ന് ചോദിച്ചപ്പോൾ ആന്റി എന്നാണ് പറയുന്നത്, അമ്മ എന്നല്ല, ആന്റി ബിൽഡിങ് കിട്ടിയില്ലേ, ബിൽഡിങ്ങിന്റെ നാളെ 4 മണിക്ക് പൈസ കൊടുക്കണം അഡ്വാൻസ്. ആന്റീനെ ഞാൻ വിഷമിപ്പിക്കുകയാണെന്ന് വിചാരിക്കരുത്, പക്ഷെ വേറെ നിവർത്തിയില്ല, ഇല്ലാന്നുണ്ടെങ്കിൽ കല്യാണം 1 വർഷത്തേക്ക് മാറ്റി വെച്ചാൽ മതി, നമുക്ക് ബിസിനസ് ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും നോക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ശ്രുതിക്ക് വേറൊരു പെണ്ണ് ആലോചിക്കുന്നൊക്കെ പറയുമ്പോൾ അയ്യോ മോളെ അങ്ങനെയൊന്നും പറയല്ലേ, മോളെ പോലെ നല്ലൊരു മരുമോളെയാണ് ഞാൻ കാത്തിരിക്കുന്നത്, എന്ത് ചെയ്തിട്ടായാലും കാശ് ഞാൻ നാളെ നിനക്ക് തരാം, നീ സമാധാനപ്പെട്ട്. ഞങ്ങളൊരു ബ്ലേഡിൽ പോയി സംസാരിക്കുന്നുണ്ട്, ബാമ പറഞ്ഞത് പ്രകാരം ഇന്ന് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ട്, മോള് പേടിക്കണ്ട, ധൈര്യപ്പെട്ട് ഇരിക്കും, ഞാൻ പറയുന്നിടത്തേക്ക് ഞാൻ കുറച്ച് കഴിയുമ്പോൾ ഞാൻ ഫോൺ വിളിക്കാം, അപ്പൊ നീ വന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. ശരി ആന്റി ഞാൻ കാരണം ആന്റി ഒരുപാട് വിഷമിച്ചല്ലേ എന്ന് പറഞ്ഞപ്പോൾ അതൊന്നും സാരില്ല മോളെ, നിന്നെ പോലെ ഒരു മരുമോളെ ഈ വീട്ടിലേക്ക് കിട്ടാൻ വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറയുന്നു. അതിനുശേഷം ഫോൺ വെച്ച് കഴിയുമ്പോൾ ശ്രുതി കൂട്ടുകാരിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. കണ്ടടി പൈസ വരുന്ന വഴി കണ്ടോ എന്നൊക്കെ പറയുമ്പോൾ നിന്നെ പോലെ ഒരു പെണ്ണിനെ മരുമോളായി കിട്ടാൻ അവർ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് കൂട്ടുകാരിയും കളിയാക്കുന്നുണ്ട്. അതിനുശേഷം ചന്ദ്ര ചെന്ന് കഴിഞ്ഞിട്ട് രവീന്ദ്രനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ചായ കാപ്പി എന്തെങ്കിലും വേണമെന്ന് വെച്ചപ്പോൾ ഒന്നും വേണ്ടാന്ന് പറയുന്നുണ്ട്. പിന്നീട് മുറിയിൽ കയറി കഴിഞ്ഞിട്ട് അളമാരിയിലൊക്കെ തപ്പി ഫയൽ എടുക്കുന്നുണ്ട്. ആധാരം വെച്ചിട്ടുള്ള ഫയലായിരുന്നു. അപ്പൊ തന്നെ രവീന്ദ്രൻ മുറിയിലേക്ക് വരുമ്പോൾ ഫയൽ ഒളിച്ചു വെക്കുന്നുണ്ട്. രവീന്ദ്രൻ മൊബൈലിന്റെ ചാർജ് എടുക്കാൻ വരുന്നതാണ്. അതിനുശേഷം വീണ്ടും പോകും. ചന്ദ്ര ആധാരത്തിന്റെ കവറൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് വേറൊരു ബാഗിലാക്കി പുറത്തേക്ക് പോകാൻ പോകുമ്പോൾ നീ എങ്ങോട്ട് പോണേന്ന് ചോദിക്കുന്നുണ്ട് രവീന്ദ്രൻ.
അപ്പൊ പറയുന്നുണ്ട് ഇന്ന് ശ്രീ വരികയല്ലേ, അവന് എന്തെങ്കിലും വായിക്ക് രുചിയായി എന്തെങ്കിലും ഉണ്ടാക്കി വെക്കണ്ടേ, പച്ചക്കറികളൊക്കെ വാങ്ങാൻ പോകുന്നപ്പോൾ പച്ചക്കറികളൊക്കെ അല്ലേ രേവതി ഇവിടെ വാങ്ങിച്ചിരിക്കുന്നത്, അത് എന്തിട്ടാണ് കുറച്ച് തക്കാളിയും വെണ്ടക്കായും ഒക്കെ അല്ലേ, അത് അവളുടെ ഇഷ്ടത്തിന് മേടിച്ചതല്ലേ, അതൊന്നും ശരിയാവില്ല, എൻ്റെ ഇഷ്ടത്തിന് എന്തെങ്കിലും മേടിച്ച് അവന് വെച്ച് കൊടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ശരി എന്നാ പോയിട്ട് വാന്ന് പറയുന്നു. അങ്ങനെ ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്താണ് ശ്രീ വരുന്നത്. ശ്രീ വരുമ്പോൾ ചോദിക്കുന്നുണ്ട് അമ്മ എവിടെ പോകുന്നു ചോദിച്ചപ്പോൾ കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കണം, ഞാൻ ചിക്കൻ മേടിച്ചിട്ട് വരാണെന്ന് പറഞ്ഞപ്പോൾ വേണ്ട അമ്മ, ചിക്കൻ തന്നെയാണ് അവിടെ കൂട്ടുന്നത്, അതുകൊണ്ട് എനിക്ക് ചിക്കൻ വേണ്ട എന്ന് പറയുമ്പോൾ എന്നാ വേറെ എന്തെങ്കിലും വെക്കാന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ഞാനും പോരാ അമ്മയെന്ന് പറഞ്ഞപ്പോൾ വേണ്ട മോനെ, അമ്മ പെട്ടെന്ന് പോയി വരാം, നീ ഇപ്പോൾ വന്നതല്ലേ ഉള്ളൂ, വിശ്രമിക്കുന്നു പറയുന്നു. പിന്നീട് സച്ചിയുടെ കാര്യം ചോദിക്കുമ്പോൾ സച്ചിയും അവളും കൂടെ മുത്തശ്ശിയുടെ വീട്ടിലേക്ക് വിരുന്ന് പോയേക്കണം, ഒരു മാസം കഴിഞ്ഞിട്ട് വരുള്ളൂ, നമ്മുടെ സുധീരെ കല്യാണം ശരിയായിട്ടുണ്ട്, അതൊന്ന് നമുക്ക് ആലോചിച്ച് നടത്തണം എന്ന് പറഞ്ഞപ്പോൾ ശരി, ഇതൊരു സിനിമാ കഥ പോലെ ഉണ്ടല്ലോ അമ്മയെന്നൊക്കെ പറയുന്നുണ്ട് ശ്രീ. എല്ലാം വന്നിട്ട് സംസാരിക്കാന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ആ ബ്ലേഡ് കമ്പനിന് വളരെയധികം മോശമായ ഒരാളാണ് അവിടുത്തെ ബിസിനസ് നടത്തുന്നത്. അവിടുത്തെ സ്റ്റാഫിന് പോലും അയാളെ ഇഷ്ടമല്ല, വിഷമായിട്ട് മറ്റൊരു കസ്റ്റമർ വന്നിട്ട് ആ കസ്റ്റമറിനെ ഭീഷണിപ്പെടുത്തി സ്വർണ്ണങ്ങളൊക്കെ ഊരി മേടിക്കുന്ന ഒരു ഭാഗമാണ് കാണാൻ കഴിയുന്നത്. ആ സ്ത്രീയാണെങ്കിൽ കരഞ്ഞുകൊണ്ട് എല്ലാതും ഊരി കൊടുക്കുന്നുണ്ട്, വീട് വേണമെന്നുണ്ടെങ്കിൽ ഈ സ്വർണ്ണമൊക്കെ ഊരി തരണമെന്ന് പറയും. പിന്നീട് ഒരു കഴുത്തിലെ താലി മാത്രം ബാക്കിയാവും, അതും ചോദിക്കുമ്പോൾ ആ പെണ്ണ് കരഞ്ഞു കൊടുക്കില്ല എന്ന് പറഞ്ഞപ്പോൾ വീട് കിട്ടില്ല എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുണ്ട്. അങ്ങനെ ഒരു മഞ്ഞച്ചരട് എടുത്ത് അയാൾ അങ്ങോട്ട് കൊടുത്തിട്ട് ഇത് കെട്ടിയിട്ട് ആ താലി ഇങ്ങോട്ട് താലിമാല അഴിച്ചു തരാൻ പറയുമ്പോൾ ആ സ്ത്രീ കണ്ണീരോടെ ആ താലിമാല അഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മുടെ ഭാമ കാണുന്നുണ്ട്. ഭാമയ്ക്ക് ആകെ വിഷമാവുന്നുണ്ട്, പോകണോ വേണ്ടേന്ന് അറിയില്ല. എന്തായാലും ശ്രുതിക്ക് വേണ്ടിയിട്ടല്ലേ എന്ന് ആലോചിച്ച് ചന്ദ്രയുടെ കൂടെ അകത്തേക്ക് കയറി വരുന്നുണ്ട്. അങ്ങനെ അയാൾ നല്ല സ്നേഹത്തോടെയൊക്കെയാണ് സ്വീകരിക്കുന്നത്. അതിനുശേഷം എത്ര പൈസ ഇനി വേണ്ടേന്ന് ചോദിക്കുമ്പോൾ 10 ലക്ഷം രൂപേന് വേണ്ടേന്ന് പറയുന്നുണ്ട്. 10 ലക്ഷമോ, ശരി ആധാരം നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെ ആധാരം നോക്കുമ്പോൾ രണ്ടുപേരുടെ പേരിലാണ്, എന്നാലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ സൂക്ഷിക്കണേ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആധാരം കൈമാറുന്ന നേരത്ത് പെട്ടെന്ന് ഒരു അപശകുനം പോലെ കറണ്ട് പോകുന്നുണ്ട്. കറണ്ട് പോകുമ്പോ നമ്മുടെ ചന്ദ്ര ഒന്ന് ഞെട്ടുന്നു വിഷമിക്കുന്നൊക്കെ ഉണ്ട്. ചന്ദ്രയ്ക്ക് എന്തായാലും നല്ല പേടിയുണ്ട്, വീടിന്റെ ആധാരമായതുകൊണ്ട്. എന്തായാലും 10 ലക്ഷം എടുത്ത് വെക്കുമ്പോൾ അയാൾ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്ത് ബിസിനസ് നടത്താനാണ്? ഇപ്പൊ ബ്യൂട്ടി പാർലർ, മസാജിങ് സെന്റർ, അങ്ങനെ ആ മസാജിങ് സെന്റർ ഒക്കെ നടത്തിക്കോ, നല്ല ലാഭം ഉണ്ടാവും, കാരണം ഇപ്പൊ എല്ലാവർക്കും കൈകാൽ വേദനയൊക്കെ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ചന്ദ്രയ്ക്ക് അത് ഒരുപാട് സന്തോഷാവുന്നുണ്ട്. അങ്ങനെ ആ പണം എണ്ണി അങ്ങനെ തിട്ടപ്പെടുത്തുന്നുണ്ട്. ആ സ്ത്രീയോട് ആ സ്റ്റാമ്പ് പേപ്പർ ഒന്ന് ഒരു റവന്യൂ സ്റ്റാമ്പ് എടുത്തിട്ട് അത് ഒരു രസീതിലൊന്ന് ഒട്ടിക്കാൻ പറയുമ്പോൾ ആ സ്ത്രീ സ്വന്തം കണ്ണീരോട്, വെള്ളത്തിന് പകരം സ്വന്തം കണ്ണീരെടുത്ത് കഴിഞ്ഞിട്ട് ഒട്ടിക്കുന്ന ഒരു ഭാഗമാണ് കാണിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മുടെ ചന്ദ്ര അതൊന്നും കാണുന്നില്ല, ആ പെണ്ണിന്റെ സ്വർണ്ണമൊക്കെ ടേബിളും ഇരിക്കുന്നതും സ്വന്തം കണ്ണീരെടുത്തും കഴിഞ്ഞിട്ട് ആ സ്റ്റാമ്പ് പേപ്പർ, ആ റവന്യൂ സ്റ്റാമ്പ് അത് ഒട്ടിക്കുമ്പോൾ ശരിക്കും ഭാമ ആകെ നെഞ്ചിടിപ്പോടെ നിൽക്കുന്നതോടെയാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.